മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധഭീതി ഇരട്ടിയാക്കിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ പുതിയ ഗതാഗത നിയന്ത്രണ പദ്ധതിയുമായി ഇറാൻ രംഗത്ത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്നും ഇനി മുതൽ പ്രത്യേക ഫീസ് ഈടാക്കാനാണ് ഇറാൻ ഭരണകൂടത്തിന്റെ തീരുമാനം. അതിനൊപ്പം തന്നെ തങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് മുൻപിൽ ഈ സുപ്രധാന പാത കൊട്ടിയടയ്ക്കുമെന്ന കടുത്ത പ്രഖ്യാപനവും ഇറാൻ നടത്തിക്കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ നിലവിലത്തെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെ പൂർണ്ണമായും തകിടം മറിക്കാൻ പോകുന്ന ഒരു നയതന്ത്രപരമായ നീക്കമാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഇപ്പോൾ പരീക്ഷിക്കുന്നത്. ഇറാനിയൻ നിയമനിർമ്മാതാവായ ഇബ്രാഹിം അസീസിയുടെ പ്രസ്താവനകളെ ഉദ്ധരിച്ച് പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഇറാന്റെ ഈ കടുത്ത നിലപാടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ആവശ്യമായ ഫീസ് ഈടാക്കാനാണ് ഇറാന്റെ പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ സമുദ്രപാതയിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ യാത്രയ്ക്കായി ഇറാൻ നൽകുന്ന സവിശേഷ സേവനങ്ങളെ മുൻനിർത്തിയാണ് ഈ തുക ഈടാക്കുക. ലോകത്തിലെ മൊത്തം എണ്ണക്കപ്പൽ ഗതാഗതത്തിന്റെ 1/3 കടന്നുപോകുന്ന ഒരു പാതയിൽ ഇത്തരമൊരു ട്രാൻസിറ്റ് ഫീസ് ഏർപ്പെടുത്തുന്നത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായേക്കും. വെറും സാമ്പത്തിക നേട്ടം മാത്രമല്ല, തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെയുള്ള ആയുധമായിട്ടാണ് ഇറാൻ ഈ സമുദ്രപാതയെ മാറ്റുന്നത്. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ പരമാധികാരത്തിന് കീഴിൽ നിലനിർത്താൻ ശ്രമിക്കുന്ന ഇറാനെതിരെ സമുദ്രപാത തുറക്കാനായി സൈനിക നടപടിയെ പിന്തുണച്ച ഒരു രാജ്യത്തിന്റെയും കപ്പലുകൾ ഇനി കടത്തിവിടില്ലെന്ന് ഇബ്രാഹിം അസീസി വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയും അവരുടെ സഖ്യകക്ഷിയെയും മിഡിൽ ഈസ്റ്റിൽ പ്രതിരോധത്തിലാക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ഈ തന്ത്രപരമായ വിലക്ക്. മേഖലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോഴേക്കും തങ്ങളുമായി സുഹൃത്ത് ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളോട് മൃദു സമീപനമാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ഔദ്യോഗികമായി ഈ പുതിയ ഫീസ് ഘടന നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ തങ്ങളുമായി പൂർണ്ണമായും സഹകരിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഇറാൻ യാത്രാനുമതി നൽകി കഴിഞ്ഞു. ഇതിനോടകം തന്നെ ചൈനയ്ക്ക് പിന്നാലെ പാകിസ്ഥാൻ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോൾ മറുവശത്ത് അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ വീണ്ടും കടുത്ത സൈനിക നീക്കത്തിന് ആക്കം കൂട്ടിയെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു യുദ്ധക്കളമാക്കാൻ പോകുന്ന നീക്കങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. അടുത്തിടെ തന്റെ ചൈന സന്ദർശനം പൂർത്തിയാക്കി തിരികെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയതിന് പിന്നാലെയാണ് ഇറാന് നേരെയുള്ള സൈനിക തന്ത്രങ്ങൾ US കർശനമാക്കിയത്. സമുദ്രപാതയിലെ ഇറാന്റെ കടുംപിടുത്തങ്ങളെ സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് വാഷിംഗ്ടൺ ആലോചിക്കുന്നത്. തന്ത്രപ്രധാനമായ ഈ പ്രതിസന്ധി മറികടക്കാൻ ഇറാനെതിരെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി 2.0 നടപ്പിലാക്കാൻ പ്രസിഡന്റ് ട്രംപ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് നിർദ്ദേശം നൽകിയതായി പ്രമുഖ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഇറാനെതിരെ ഔദ്യോഗികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഹോർമൂസിലെ പുതിയ സാമ്പത്തിക യാത്രാ വിലക്കുകളുടെ പശ്ചാത്തലത്തിൽ ഈ ഓപ്പറേഷൻ ഒരു പുതിയ പേരിൽ വീണ്ടും നടപ്പിലാക്കാനുള്ള സാധ്യതകളാണ് US പ്രതിരോധ വകുപ്പ് ഇപ്പോൾ അതീവ ഗൗരവത്തോടെ പരിശോധിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കാമെന്നാണ് സൂചനകൾ. മേഖലയിൽ പൂർണ്ണമായും യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് തടയാൻ അയൽ രാജ്യങ്ങളും നയതന്ത്ര തലത്തിൽ കഠിനമായി ശ്രമിക്കുന്നുണ്ട്. യുദ്ധം ഒഴിവാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുമുള്ള നിർണായക ശ്രമങ്ങളുമായി പാക് ആഭ്യന്തരമന്ത്രി നിലവിൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലുണ്ട്. പാകിസ്ഥാന്റെ ഈ പുതിയ നയതന്ത്ര നീക്കം യുദ്ധഭീതി കുറയ്ക്കാൻ എത്രത്തോളം വഴിത്തിരിവാകുമെന്ന് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയണം. ഹോർമൂസ് കടലിടുക്കിലെ പുതിയ ട്രാൻസ്മിറ്റ് ഫീസ് നയവും ശത്രുരാജ്യങ്ങൾക്കുള്ള വിലക്കും കേവലം ഒരു പ്രാദേശിക പ്രതിസന്ധിയല്ല, മറിച്ച് ആഗോളതലത്തിലെ വലിയ സാമ്പത്തിക സൈനിക ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ്. അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾക്കും തങ്ങൾക്കെതിരെയുള്ള ഇസ്രായേൽ നീക്കങ്ങൾക്കും ആഗോള വ്യാപാരത്തിന്റെ കൺട്രോൾ പ്ലഗ് ഉപയോഗിച്ച് മറുപടി നൽകാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ലോകത്തെ എണ്ണക്കപ്പലുകളുടെ വലിയൊരു പങ്കും കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ തോതിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായേക്കും. ചരക്ക് നീക്കത്തിനുള്ള ഫീസ് വർധനവ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളും സാരമായി ബാധിച്ചേക്കും. ഒരു വശത്ത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി 2.0 എന്ന മാരകമായ സൈനിക ഓപ്പറേഷനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് പാക് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇറാനിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ ഏക ആശ്വാസം. ഈ ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു യുദ്ധത്തിലേക്ക് അത് വഴിമാറും. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അടുത്ത സൈനിക നീക്കം എന്തായിരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മിഡിൽ ഈസ്റ്റിന്റെയും ആഗോള വിപണിയുടെയും ഭാവി.